ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ പശ്ചിമ ബംഗാളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് പശ്ചിമ ബംഗാളിലെ ടോട്ടോപ്പാറ എന്ന ഒരു ആദിവാസി ഗോത്ര സമൂഹം താമസിക്കുന്ന ഒരിടത്താണ്. ഇപ്പോൾ കഴിഞ്ഞ യാത്രാ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്കറിയാം, ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ പങ്കുവച്ചിരുന്നു. ഇന്നെന്തായാലും അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ രാത്രി താമസിച്ചത് ഈ കാണുന്ന വീട്ടിലായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു ചെറിയ വീട്ടിലാണ് നമ്മൾ താമസിച്ച്. മനോഹരമായ ഒരു സ്ഥലം, പിന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ബയ്യ കൂടെ ഉണ്ട്. ബയ്യയോടൊപ്പം ബാക്കി ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ ഐശ്വര്യമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും കോൺക്രീറ്റ് വഴികളുണ്ട്. ചിലതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതും ചിലത് പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പുതിയതും പഴയതുമായിട്ടുള്ള ധാരാളം കോൺക്രീറ്റ് വഴികൾ നമുക്ക് പോകുന്ന വഴിയിലൂടെയൊക്കെ കാണാൻ കഴിയും. അങ്ങനെ നമ്മളിതാ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചെറിയ കടകളൊക്കെ ഉണ്ട്, രണ്ട് നില വീടൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ പഴയ ഒരു വീട് നമുക്ക് കാണാം. കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള വീടാണ്, തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീട്. എല്ലായിടത്തും കമുവാണ്, അടയ്ക്കാമരങ്ങളാണ്. നോക്കി ഏത് റൂട്ടിൽ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് സമാനമായ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ കുറച്ച് വഴി മോശമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കയറ്റം ഇറക്കം, കയറ്റം ഇറക്കം. ആ നേരെ കാണുന്നതൊക്കെ ഭൂട്ടാൻ മലനിരകളാണ് കേട്ടോ. ശരിക്കും ഭൂട്ടാൻ്റെ ബോർഡറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒന്ന് ചവിട്ടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭൂട്ടാനിലെത്തി. പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ആധാർ കാർഡും വേണ്ട, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ട, സുഖമായിട്ട് പോയി വരാം. പക്ഷേ അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് ദൂരമൊക്കെ പോകാമായിരിക്കും. അമ്മോ, ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും കുറച്ചുകൂടെ വഴി മോശമായി കേട്ടോ. മഴ പെയ്തിട്ടേ ഇങ്ങനെയൊക്കെ പൊളിയുന്നതാണ് വഴി. നല്ല കോൺക്രീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊളിയില്ല. എന്തായാലും ഞമ്മേ നല്ല രീതിയിലങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടന്നോളും. ഒരു ചിലപ്പം തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിരിക്കും. വലിയൊരു ഇറക്കം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടർ ശരിക്കും റിസ്ക്കാണ്, കാരണം ഈ ബ്രേക്കിങ്ങൊക്കെ ഇതിന് ഭയങ്കര പാടാണ്. കാരണം എന്താ പറയുക, ഗിയറൊന്നുമില്ലല്ലോ. ഗിയർ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നല്ല ഇറക്കമൊക്കെ ഇറങ്ങാനായിട്ട്. ബ്രേക്കിനെ മാത്രം ആശ്രയിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ റിവറിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ റിവറിൻ്റെ ഓരം പറ്റി നമ്മുടെ യാത്ര തുടരുകയാണ്. റിവറിനോട് ചേർന്നുള്ള വഴി ആയതുകൊണ്ട് റിവർ ഏതാ വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് നല്ല കട്ട ഓഫ് റോഡാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നതുപോലെ തന്നെ കല്ലിൻ്റെ മുകളിലൂടെ വേണം പോകാനായിട്ട്. ഇവിടെ കൂടെയൊക്കെ സ്കൂട്ടർ പോവുമോ? ഈശ്വര, കുഴപ്പമില്ല, പോകുന്നുണ്ട്. എന്തായാലും വയ്യ ഉള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ സ്കൂട്ടറുമായിട്ട് പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറാണല്ലോ. പിന്നെ മാത്രമല്ല, അദ്ദേഹം ബൈക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് പേടിച്ചേനെ. അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ധൈര്യമാണ്. ബൈക്ക് ഇവിടെയൊക്കെ അനായാസം പോകും, സ്കൂട്ടറിൽ ഉള്ള കളി നടക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ സ്കൂട്ടറിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണല്ലോ, അതുകൊണ്ട് അടിയൊക്കെ തട്ടാൻ സാധ്യത കൂടുതലാണ്. ബൈക്കാകുമ്പോൾ പിന്നെ ആ ഒരു ടെൻഷനേ വേണ്ട. രാവിലത്തെ ഓഫ് റോഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കുറേ നേരം നമ്മൾ നല്ല കോൺക്രീറ്റ് വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് വഴി മാറി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബയ്യ നമ്മളെ ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. അങ്ങനെ ഭൂട്ടാൻ്റെ ഏകദേശം ബോർഡറിൻ്റെ അടുത്തെത്തി കേട്ടോ. ബോർഡർ മീൻസ് എന്താ പറയുക, ആ മല കാണുന്നതൊക്കെ ഭൂട്ടാൻ്റെയാണ്. ഞാൻ ഇന്ത്യയോട് വിട പറഞ്ഞ് ഭൂട്ടാനിലേക്ക് നമ്മൾ ഈ വഴി സ്കൂട്ടറുമായിട്ട് പോകും. എന്താ പൊന്നോ, ഈ വഴി പറഞ്ഞെങ്കിൽ സമ്മതിക്കാൻ കണ്ടത് ഭയങ്കര ബുദ്ധിമുട്ട് ഓടിക്കാനായിട്ട്. വിറയ്ക്കുന്നുണ്ട്, ബാക്ക് വീല് കിടന്നങ്ങ് എടുത്തിട്ടടിക്കുന്നുണ്ട്. അങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പാത കാണുന്നുണ്ട്. മോഹിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അറിയില്ല. ഒരു 20 മീറ്റർ കഴിയുമ്പോഴത്തേനും പിന്നെയും ഇതുപോലത്തെ വഴിയാണെങ്കിൽ തീർന്നു. ഒരു ഗ്രാമം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏത് ഗ്രാമമെന്ന് അറിയത്തില്ല, നമുക്ക് അവിടെ ചെന്ന് ബയ്യാട് ചോദിക്കാം. ഈ മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. ചെറിയ തണുപ്പുമുണ്ട്. ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും എടുത്തിട്ടുമില്ല. എന്താ രസം നോക്കിയ ഒരു സ്ഥലം, എൻ്റെ പൊന്നേ മതി, അടിപൊളി സ്ഥലം. അത് ഞാൻ പറഞ്ഞത് തന്നെ, ഒരു 10 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ഓഫ് റോഡ് ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ മാത്രമേ കോൺക്രീറ്റ് ഉള്ളൂ. എൻ്റെ അമ്മോ, എന്താ ഇത്, കാലൊക്കെ കുത്തി പതുക്കെ അങ്ങ് പോവാം, അല്ലാതെ വേറെ മാർഗമില്ല.
ഫ്രണ്ടൊക്കെ പൊങ്ങുന്നുണ്ട്. ആക്സലേഷൻ കൊടുക്കുമ്പോഴേ ഇവിടം വരെ ഉള്ളൂ, രക്ഷപ്പെട്ടു, സമാധാനമായി. ഇവിടം വരെ വഴിയുള്ളൂ, ഇനി നടന്നു വേണം ബാക്കി യാത്രകളൊക്കെ പോകണമെങ്കിൽ. അടിപൊളി സ്ഥലത. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഓഫ് റോഡ് താണ്ടിയിട്ടാണെങ്കിലും വളരെ മനോഹരമായൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും മാത്രമല്ല അതിനോട് ചേർന്നുള്ള 1-2 വീടുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ശരിക്കും ഈ ഒരു ഗ്രാമത്തിലേക്കാണ് വന്നത്. ഗ്രാമം എന്ന് പറയാനായിട്ട് സാധിക്കില്ല, ഒറ്റപ്പെട്ടൊക്കെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് പുഴ ഒഴുകി പോകുന്നു, ഒരു ഭാഗത്ത് ഇവർ താമസിക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നു താൽക്കാലികമായിട്ട് കെട്ടിയിരിക്കുന്ന ഷെഡൊക്കെ ആവാം ചിലപ്പം. കുറച്ച് കാലമൊക്കെ ഈ നല്ല മഴക്കാലത്തൊന്നും ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല വെള്ളപ്പാച്ചിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഇതൊക്കെ എടുത്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സൈഡിലൂടെയൊക്കെ ഇങ്ങനെ കല്ല് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തൂടെയൊക്കെ പുഴ ഒഴുകി പോകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ്. ഇവിടെ നോക്കി പഴയ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട് കാണാം. ട്രഡീഷണൽ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല, കാരണം മുകളിൽ ടിൻ ഷീറ്റാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്, ആ ഒരു പഴമ നിലനിർത്തിയിട്ടുണ്ട്. ഈ ബാമ്പു ചതച്ച് അവരിങ്ങനെ സൈഡൊക്കെ മേഞ്ഞ് അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. താഴ്ഭാഗത്ത് അവരുടെ അടുക്കളയാണ്, മോൾ ഭാഗത്ത് അവർ താമസിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പില്ലറുകൾ, തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ് കേട്ടോ. എല്ലാ ഭാഗത്തും തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചുറ്റും ബാമ്പുവാണ്, മുള കൊണ്ടാണ് അവർ കെട്ടിത്തീർത്തിരിക്കുന്നത്. താഴെ ഒരു അമ്മച്ചിയുണ്ട്, മുകളിലൊരു ചേച്ചിയുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ 2 പേര് ഈ വീട്ടിലിപ്പോൾ ഉണ്ട്. എന്തായാലും ഈ ഗ്രാമത്തിലുള്ള ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ചെറിയ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്തായിട്ട് ആട്ടിൻകൂടും കോഴിക്കൂടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീടും അതിനോട് ചേർന്ന് ഒഴുകുന്ന പുഴയും, അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഭൂപ്രദേശം. എത്ര മനോഹരമാണെന്നറിയോ, ഇതിന് വർണ്ണിക്കാൻ വാക്കുകളില്ല. ശരിക്കും ഭൂട്ടാൻ മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത്. നോക്കിയേ എന്ത് മനോഹരമാണെന്ന്. പിന്നെ മാത്രമല്ല ഈ വീടിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രായമായിട്ടുള്ള ആ ചേച്ചിയൊക്കെ എങ്ങനെ മുകളിലേക്ക് കയറുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതുപോലൊരു കോവണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും മുള കൊണ്ട് തന്നെയാണ്. അതിൽ ചവിട്ടി വേണം മുകളിലേക്ക് പോയിട്ട് അവർക്ക് താമസിക്കാനൊക്കെ ആയിട്ട്. പിന്നെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വിരിക്കാനും കിടക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കട്ടെ, ചോദിച്ചു നോക്കാം. കാരണം ഇവിടെ ആണുങ്ങളാരും ഇല്ല, അതുകൊണ്ട് നമുക്ക് ചോദിക്കാതെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കില്ല. പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും അടുത്ത വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മുകളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ പറ്റുമെന്നുള്ളത്. ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ മുകളിലേ. അപ്പം ഭയ്യ ചോദിച്ച് കയറിക്കോട്ടെ എന്നപ്പം പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ചെരുപ്പൊക്കെ ഒന്ന് ഊരിയിട്ട് അതൊക്കെ മുകളിലേക്ക് കയറാം. അച്ഛാ അടിപൊളി. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഇവർ കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് കയറാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് കേട്ടോ ഇവർ കിടക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇവിടെ കിടക്കും. ഇവിടെ തുണിയൊക്കെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ തുണികളൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അരി സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സഞ്ചി കാണാം. ഞാൻ പറഞ്ഞല്ലോ ടിൻ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ടോ, ടിൻ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലായിടത്തും നമ്മൾ കാണുന്ന അടയ്ക്ക ഈ ഒരു ഭാഗത്തുണ്ട്. കോഴിക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നു. അവിടെ കോഴിമുട്ടയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ചെറിയ എന്തൊരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ടേബിളുണ്ട്. ഇത് തടിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മുകളിലത്തെ നിലയുടെ തറ തടിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ മുകളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച. ഒരുപാട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, കാരണം അവരുടെ പ്രൈവസിയെ ബാധിക്കും. ജസ്റ്റ് ഒരു അവസരം തന്നാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ച് കയറിയതാ. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചിറങ്ങാം. എങ്ങനെയാണോ ഈ അമ്മച്ചയ്ക്ക് ഇതിൻ്റെ മുകളിൽ ഡെയിലി കയറി ഇറങ്ങുന്നത്? ഒരു ദിവസം കയറിയപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായി. ഓക്കെ ദീദി, ദീദിയോട് നന്ദി പറയണമല്ലോ, എന്തായാലും അവരാണ് സമ്മതിച്ചത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അടുക്കളയാണ് കേട്ടോ. പിന്നെ ഒരു ഭാഗത്തൊരു കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ പാചകം ചെയ്യാനുള്ള പച്ചക്കറി ഐറ്റംസൊക്കെ ആ ഒരു ഭാഗത്തുണ്ട്. മഞ്ഞളും ഇഞ്ചിയും മുളകും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ എന്താ, ഇപ്പം അവരെന്തൊക്കെയോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അമ്മച്ചി അവിടെ വിറകൊക്കെ വെട്ടിക്കീറുന്നുണ്ട്. ഇവിടെ മുഴുവൻ പിന്നെ വിറകിൻ്റെ കളിയാണ്. ഗ്യാസോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്, ഇവിടെ അതൊന്നും കാണില്ല. സർക്കാരിന് അങ്ങനെ ഇവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല, കാരണം ഒരുപാട് വിറക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വിറക് ഉപയോഗിച്ച് ധാരാളം ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഭാഗത്തായിട്ട് ഇറച്ചി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഉണങ്ങാനായിട്ട്. അടുപ്പിൽ നിന്ന് വരുന്ന പുക കൊണ്ട് ആ ഒരു മീറ്റ് ഉണങ്ങും. അപ്പോൾ ഇറച്ചി ഉണക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച. 2 നില വീട്, പകുതി ട്രഡീഷണൽ ആയിട്ടുള്ള 2 നില വീട്. ആ വീടിൻ്റെ അവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ അല്പ ദൂരം മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു 2 വീടും കൂടെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന സ്ഥലത്ത് 2 അല്ല കേട്ടോ, ഒരു വീട്, സോറി, അത് ബാക്കി അവരുടെ ഷെഡാണ്. ഒരു വീടും കൂടി ഉണ്ട് അവിടെ. ആ വീട്ടിലേക്ക് പോകാനായിട്ട് രാസ്ത വഴി ഇല്ല എന്നാണ് നമ്മുടെ ഭയ്യ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് പാടാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ഇവിടുത്തെ വീട് കണ്ടല്ലോ, ഇപ്പോൾ അവിടെ പോയാലും സമാനമായ വീട് തന്നെയാണ് കാണാൻ കഴിയുക എന്നാണ് ഭയ്യ പറയുന്നത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുഴയിലൂടെയുള്ള വഴിയാണ് കേട്ടോ, അല്ലാതെ ശരിക്കുമുള്ള വഴിയല്ല. ഈ ഭാഗങ്ങളൊക്കെ പുഴയാണ് കണ്ടോ. അവരുടെ വീട് ആ കാണുന്നതാണ്. അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. ഭയ്യ ചുമ്മാ ജസ്റ്റ് ഇതിലൂടെ കൊണ്ട് ആ പുഴ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന.
ഈ നദിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ബയ്യാടി ചോദിക്കാം. ശരിക്കും ഈ നദി അറിയപ്പെടുന്നത് ടോർസ നദി എന്നാണ്. അതായത് ടോർസ നദിയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. ടോർസ നദിയുടെ പ്രധാനപ്പെട്ട ഉത്ഭവങ്ങളിൽ ഒന്ന് ഇവിടെ നിന്നാണ്. നമ്മൾ ഈ മുന്നിൽ കാണുന്ന മലനിരകളുണ്ടല്ലോ, ആ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ കാണുന്ന വഴിയിലൂടെ ഒഴുകി പോയി ചെല്ലുന്നത് വലിയൊരു നദിയിലേക്കാണ്. ആ നദിയാണ് ടോർസ റിവർ എന്നറിയപ്പെടുന്നത്. ആ നദിയിലേക്കാണ് ഇത് ഒഴുകി ചെല്ലുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഈ ടോർസ. അത് നമ്മളിങ്ങനെ കടന്ന് ഈ കാണുന്ന വഴിയിലൂടെ അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ ആ വലിയ നദിയിലേക്ക് പോയി കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ നദിക്ക് ഒരു പേരുണ്ട്, അത് ഞാനിപ്പോൾ ഭയ്യാട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഭയ്യ ഈ റിവർ കാ നാം ക്യാ ഹൈ ഭയ്യ? ഹൗഡി കണ്ടു കണ്ടും. ഓക്കെ ഹൗഡി കണ്ടും. ഓക്കെ. അപ്പോൾ ഈ ഒഴുകുന്ന നദിയുടെ പേര് ഹൗഡി കണ്ടും എന്നാണ്. ഇതാണ് ടോർസ നദിയിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഈ കാണുന്നത്. അങ്ങനെ പുഴയരികിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം ഒഴുകുന്നുണ്ട്. ഇവിടുന്ന് ഒന്ന് കൈയൊക്കെ നനയ്ക്കാം. തണുപ്പൊക്കെ എങ്ങനെ നോക്കട്ടെ. നല്ല തണുപ്പാണ്. തണുത്ത് ഉറഞ്ഞ് ഒഴുകി വരുന്ന വെള്ളം കുളിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. ഞാനും അഷറഫ് അക്സൽ അദ്ദേഹവും കൂടി നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ആസാം അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിൽ പോയിട്ട് ഒന്ന് കുളിച്ചിരുന്നു. അത് കട്ട തണുപ്പ്. ഇപ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത്. അവിടെ കുളിച്ചപ്പോഴത്തേനും 2 സെക്കൻഡ് വെള്ളത്തിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഫ്രീസായി പോകും, അത്രയും തണുപ്പായിരുന്നു. അത് നമേരി നാഷണൽ പാർക്കിനോട് ചേർന്ന് ഒഴുകുന്ന ഒരു നദിയായിരുന്നു. നദിയുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അവിടെ പോയി കുളിച്ചൊരു ഓർമ്മയാണ് എനിക്ക് ഈ ഒരു സ്ഥലവും ഈ ഒരു നദി ഒഴുകി പോകുന്നതാണെന്ന് എനിക്കൊരു ഓർമ്മ വരുന്നത്. ഇതുപോലത്തെ ഒരുപാട് നദികൾ കടന്നിട്ടാണ് നമ്മൾ എത്തിയത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്താണ് അവസ്ഥ അറിയത്തില്ല. മഴയൊക്കെ ഇടയ്ക്ക് പെയ്തിരുന്നു. മഴ പെയ്ത് നദിയിൽ വെള്ളം വന്നൊന്നും അറിയത്തില്ല. സ്കൂട്ടർ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, എനിക്കൊരു പേടിയുണ്ട്. നോക്കി എന്താണെന്നുള്ളത് അവസ്ഥ. അങ്ങനെ എന്തായാലും നദിയുടെ അവിടെ നിന്നുള്ള കാഴ്ചകളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ, ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. എന്തായാലും ബയ്യ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു ആശയങ്ങൾ പറയും, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ടോ, അവിടെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അവരുടെ ഒരു ജീവിത ശൈലികളും രീതികളും എന്തൊക്കെയാണ്, അവിടുത്തെ കൃഷി അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നതൊക്കെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കല്ലോ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവരിവിടെ കൃഷിയും കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ഇവർ കുറേ ആടുകളെ വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടല്ലോ നമ്മൾ, ആ കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ആടുകളെയാണ് അവർ പ്രധാനമായിട്ടും വളർത്തുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ കോഴികൾ വളർത്തുന്നുണ്ട്. പിന്നെ മുട്ട അവർ വിൽക്കും പുറത്ത്. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉപജീവന മാർഗ്ഗം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടെ താമസിക്കുന്ന ഈ ഒരു കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. 2 കുടുംബക്കാരാണുള്ളത്. ഒന്ന് അങ്ങ് മുകളിൽ കണ്ടതും പിന്നെ നമ്മൾ കണ്ട ആ ഒരു കുടുംബവും. അങ്ങനെ 2 കുടുംബക്കാരാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇനി മറ്റ് കാഴ്ചകൾ എന്താണെന്നുള്ളതൊക്കെ ബയ്യായോട് ചോദിച്ച് അവിടെ പോയി ബാക്കി എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബയ്യ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു വീട്ടിലേക്കാണ്. ഈ വീട്ടിൽ വരാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. നമ്മൾ പല ആദിവാസി ഊരുകളിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ മൂപ്പന്മാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മൂപ്പൻ്റെ വീടല്ല ഇത്. നമ്മളിവിടെ വരാനുള്ള പ്രധാന കാരണം, ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള കാരണം, ഈ ഒരു ഭാഷയ്ക്ക്, അതായത് ടോട്ടോ ഭാഷയ്ക്ക് ലിപിയൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം ഒട്ടുമിക്ക ട്രൈബൽ ഭാഷകൾക്കൊന്നും ലിപിയില്ല. കുറച്ച് ഭാഷകൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ബംഗാളിൽ തന്നെയുള്ള സാന്താൾ ട്രൈബ്, അവരുടെ ഭാഷയ്ക്ക് ലിപിയുണ്ട്. അങ്ങനെ കുറച്ച് ട്രൈബൽ ലാംഗ്വേജിന് ലിപിയുണ്ട്. അപ്പോൾ ഈ സമീപകാലത്ത് ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോട്ടോ ഭാഷയ്ക്ക് ലിപി കണ്ടുപിടിച്ചു. അത് പിന്നീട് അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് പത്മശ്രീ വരെ കിട്ടി. അങ്ങനെ ഒരു പത്മശ്രീ കിട്ടിയിരിക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അവരുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്തേ ഭയ്യ. ഓക്കെ, आपका नाम क्या है? ധനിറാം ടോട്ടു. ഓക്കെ. ധനിറാം ടോട്ടു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പത്മശ്രീ കിട്ടിയിരിക്കുന്ന ഒരാൾ. ടോട്ടു ഭാഷയ്ക്ക് ഒരു ലിപി കൊണ്ടുവന്ന ഒരാളാണ് ഇദ്ദേഹം. भैया कितने अल्फाबेट गए ये टोटो भाषा को? कॉन्सोनेंट वाउल टोटल मिलाकर आपको 33 हैं इसमें. ओके. तो उसमें आपको काम चलाने के लिए मोटामोटी 30 में हो जाएगा. तो एक्सटर्नल थोड़ा मैं उसमें जोड़ दिया. और कहीं पर उसमें लगे जाए तो उसमें लगा दीजिए. आपको खूब इजी ये वर्ड है जो ये अलग से मैं इसका तैयारी किया, जो कंप्यूटर में उसको डालने से जल्दी हो जाएगा. इसमें जॉइंट अल्फाबेट मैं इसमें नहीं किया. तो बच्चों लोग को भी कैसे पढ़ाएगा उसका भी किताब निकाला. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇദ്ദേഹം നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നമുക്കറിയാലോ നമ്മുടെ ലിപികൾ
ഇപ്പോൾ അല്ലെങ്കിൽ മലയാളം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ മുതൽ അങ്ങനെ അങ്ങ് പോവുകയാണ് അല്ലേ, ആ ഐ യു ഉയർ എ അങ്ങനെ അങ്ങ് യാരാലാവ അത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് സമാനമായി അല്ലെങ്കിൽ ABCD നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്, ABCD അതുപോലെ തന്നെ ഇതിനും ഒരു ലിപി അദ്ദേഹം കണ്ടുപിടിച്ചാണ്. അങ്ങനെ ലിപി അങ്ങനെ കണ്ടുപിടിച്ച് അദ്ദേഹം ബുക്സുകളൊക്കെ രചിച്ചു തുടങ്ങി. പിന്നെ ഇവിടെയുള്ള സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ടോട്ടു സമൂഹത്തിനിടയിൽ ടോട്ടു ഭാഷയ്ക്ക് ഒരു ലിപി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ആ ലിപി കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പത്മശ്രീ വരെ കിട്ടിയിരിക്കുകയാണ്. കാരണം ഒരു ഭാഷയ്ക്ക് ലിപി കൊടുക്കുക എന്ന് പറയുന്നതൊന്നും അത്ര ഈസി അല്ല. അങ്ങനെ എന്തായാലും ഇദ്ദേഹം കണ്ടുപിടിച്ച് കുറേ ബുക്സുകളൊക്കെ എഴുതി ആ ഭാഷയിൽ. പിന്നെ അദ്ദേഹം ഒരു നോവലിസ്റ്റും കൂടെയാണ്, ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ എഴുത്തുകാരനാകുമ്പോഴത്തേനും കുറച്ചും കൂടെ അദ്ദേഹത്തിന് കുറേ അത്യാവശ്യം അറിവുണ്ട്. കുറേ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം, ഇംഗ്ലീഷ് ഉൾപ്പെടെ പല ഭാഷകളും അദ്ദേഹത്തിന് അറിയാം. ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി, പിന്നെ ഇവിടുത്തെ ടോട്ടു ഭാഷ, അങ്ങനെ പല ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അത്യാവശ്യം വായനയും പഠിത്തവും ഒക്കെ ഉള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാണ് ഈ ടോട്ടോ ഭാഷയ്ക്കുള്ളൊരു ലിപി. എന്തായാലും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു യാത്രയിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഈ ഗ്രാമത്തിലെ ഏറ്റവും മഹത്തായ ഒരു വ്യക്തിത്വത്തിനെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതും അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നതും. പിന്നെ ഈ ഒരു ലിപിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഫാസ്റ്റ് ടെൻസ് ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജുകളിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിനും അദ്ദേഹം ലിപി കണ്ടെത്തി ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ആ ഭാഷയിൽ രചിച്ച ബുക്സുകളുമുണ്ട്, മാത്രമല്ല ഒരു കലണ്ടറുണ്ട്. അപ്പോൾ അദ്ദേഹം അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാവും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കലണ്ടറുണ്ട്. ഈ കലണ്ടറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പന്നി, ഉരുളക്കിഴങ്ങ്, പിന്നെ ജാക്ക് ഫ്രൂട്ട്, കോഴി, പൂച്ച, നമ്മുടെ മൂക്ക്, കുരങ്ങ്, ചെറിയൊരു വീട്, ബാസ്ക്കറ്റ്, മല, പാറ്റ, പിന്നെ അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഡക്കുണ്ട്, ചില്ലിയുണ്ട്, മുളകുണ്ട്, പിന്നെ കോവണിയുണ്ട്, ബനാനയുണ്ട്, പഴം. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഇതിൽ കാണാം. ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നടുക്കത്തത് ഇംഗ്ലീഷും താഴത്തത് ബംഗാളി, മുകളിലത്തേത് ഇദ്ദേഹം കണ്ടുപിടിച്ച ടോട്ടോ ലിപിയാണ്. ഇതിനകത്ത് ഇംഗ്ലീഷിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് പിഗ്ഗാണ്, പന്നിയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഇവരുടെ ലിപി അല്ലാതെ സ്വാഭാവികമായിട്ട് നാട്ടുവർത്താനത്തിൽ പറയുന്നത് പാക്ക എന്നാണ്. പാക്ക എന്നാണ് ഇവിടെ ഉച്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇംഗ്ലീഷിന് വരെ ഇങ്ങനെ ആ ഒരു പാക്ക ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാനും കൂടിയാണ്. പാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിപി, സമാനമായിട്ടുള്ള ലിപിയാണ് ഈ മുകളിൽ കാണുന്നത്. പിന്നെ തൊട്ട് താഴെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ബംഗാളിയാണ്. ഇവിടെ പൊട്ടാറ്റോയ്ക്ക് പറയുന്നത് ബെത്തരു എന്നാണ് അവരുടെ ഭാഷയിൽ, ടോട്ടോ ഭാഷയിൽ. അതിൻ്റെ ലിപി മുകളിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, അതാണ് കാണുന്നത്. പിന്നെ തൊട്ട് താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബംഗാളി എഴുതിയിട്ടുണ്ട്. അതെനിക്ക് കറക്റ്റ് അറിയില്ല എന്താ എഴുതിയേക്കുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് ദാഷിയാണ്. ദാഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചക്കയ്ക്കാണ് പറയുന്നത്, ജാക്ക് ഫ്രൂട്ടാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ബംഗാളിയും കൊടുത്തിട്ടുണ്ട്, ടോട്ടു ലിപിയിൽ അത് മുകളിൽ നമുക്ക് കാണാം. അപ്പം അങ്ങനെ ഓരോന്നിനും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ കോഴിക്ക് ടോട്ടോ ഭാഷയിൽ പറയുന്നത് കേക്ക എന്നാണ്, ചിക്കന്. അപ്പോൾ അതിൻ്റെ ടോട്ടോ ലിപി മുകളിൽ കാണാം, താഴെ ബംഗാളിൽ കാണാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് കുട്ടികൾക്ക് അനായാസം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ആൽഫബറ്റ്, അതായത് A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ അദ്ദേഹം വേറൊരു ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ കുറച്ച് ബുക്കുകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇംഗ്ലീഷ് ഡിക്ഷണറി. കണ്ടോ, ടോട്ടോ ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് അനായാസം കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. A മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇതിനകത്ത്. നമുക്ക് എഴുതി പഠിക്കാനായിട്ട് ഉണ്ടോ, എഴുതാനായിട്ടുള്ള നമ്മുടെ പണ്ട് പകർത്തൊക്കെ ഉണ്ടല്ലോ, ആ പകർത്ത് എഴുതുന്ന പോലെ ഓരോ അക്ഷരം എഴുതുക. ഇത് P ആണ്, സൗണ്ട് ഉച്ചരിക്കുന്നത് P, കണ്ടോ, സൗണ്ട് K. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ലിപികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ പകർത്തെഴുതി കുട്ടികൾക്ക് അനായാസം ഈ ലിപി പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ആൽഫബറ്റിൻ്റെ ബുക്ക്. അപ്പോൾ A മുതൽ Z വരെയുള്ള എല്ലാ ലിപികളും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇനി അത്യാവശ്യം ഒരു ടോട്ടോ ഭാഷയിലുള്ള ഒരു ചെറിയ ഡിക്ഷണറിയും നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് നോവൽ. അപ്പോൾ ഇത് ഇവരുടെ ഇരിക്കുന്നത് ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ഇവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അത് ബംഗാളിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഭാവിയിൽ ഇദ്ദേഹം കണ്ടെത്തിയ ആ ഒരു ലിപിയിലേക്ക് എഴുതി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് കാണാനുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിരിക്കുന്ന ആ ഒരു കാഴ്ച. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് റീസെൻ്റ് ആയിട്ട് കിട്ടിയതാണ് പത്മശ്രീ. കാണുന്നത് നമ്മുടെ പ്രസിഡന്റ് പത്മശ്രീ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. കണ്ടോ, ആ ഒരു കാഴ്ച ഈ ഫോട്ടോയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. അതൊക്കെ പ്രധാനപ്പെട്ട പഴയ ആൾക്കാരൊക്കെയാണ്, പഴയതും പുതിയമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ അമിത് ഷാ ഉണ്ട്. ഈ കാണുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. ഈ കാണുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
പഴയ എക്സ് പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ഈ കാണുന്നത്. അപ്പോൾ പഴയ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ്, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് വരെയുള്ള ഫോട്ടോസ് നമുക്ക് കാണാം. നോക്കി, ഇതൊക്കെ വലിയൊരു അംഗീകാരങ്ങളാണ്. അദ്ദേഹം പറയാതെ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം ട്രോഫികൾ വേണം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അറിയാമല്ലോ. എന്തായാലും ഇത്രയും മഹാനായ ഒരു വ്യക്തിക്ക് ഒരുപാട് ട്രോഫികൾ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെ അദ്ദേഹം വന്ന് പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം വലിയൊരു മഹത്തായ വ്യക്തിയുടെ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് തന്നെയാണ്. ഒരു ഭാഷയ്ക്ക്, ടോട്ടോ ഭാഷയ്ക്ക്, അവരുടെ ഒരു ട്രൈബൽ ലാംഗ്വേജിന് ലിപി കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതിനി എന്നും അംഗീകരിക്കപ്പെടുകയും ഇനി ജീവിതകാലം മുഴുവനും അത് നിലനിൽക്കുകയും ചെയ്യും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ ഫോട്ടോ ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനി ഈ ഒരു ഗ്രാമത്തിലെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാം. ഓക്കെ ഭയ്യ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ. കറക്റ്റ് ഒരു ബൈക്കിന് അല്ലെങ്കിൽ സ്കൂട്ടറിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. പോകുന്ന വഴിയിലൊക്കെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം. ഭയ്യ നമ്മളെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടോ പോവുകയാണ് ഈ വഴിയിലൂടെ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കവുങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓ എൻ്റെ അമ്മോ, കറക്റ്റ് നോക്കി, കറക്റ്റ് ഒരു ബൈക്കിൻ്റെ വീല് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം തെന്നി താഴെ കിടക്കും. കാരണം പുല്ലായതുകൊണ്ട് പെട്ടെന്ന് കയറുമ്പോൾ സ്ലിപ്പാവും. കൊള്ളാമല്ലേ? അടിപൊളി. എന്താ ഭംഗി ഈ ഗ്രാമത്തിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഇവിടം വരെ ബൈക്ക് പോകുള്ളൂ, അല്ല ഇനിയും പോകണമായിരിക്കും. ഓ, ഒരു പഴയ വീട്. ഓ, ഇത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ആക്ച്വലി നമ്മളെ കൊണ്ടുവന്നത്. ട്രഡീഷണൽ ഹൗസേ, ട്രഡീഷണൽ ഹൗസ്. അച്ഛാ ഭയ്യയുടെ കൂടെ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട്. ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം കുറേ ദൂരം നമ്മളെ കൊണ്ടുവന്നു. 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ വീടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊന്നും ഈ ഗ്രാമത്തിൽ അങ്ങനെ അധികം കാണാൻ കഴിയില്ല. 1-2 വീട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു വീടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദീദീനെ കാണാം, ഒരു ഭയ്യാനെയും കാണാം, പിന്നെ നമ്മുടെ കൂടെ വന്ന ഭയ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ വന്ന് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീട് കണ്ടു. ശരിക്കും എന്നെ വളരെ സന്തോഷപ്പെടുത്തി. കാരണം നമുക്ക് ഇങ്ങനത്തെ വീടുകളൊക്കെ ഇപ്പോൾ പല ഗ്രാമങ്ങളിലും കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള രീതിയും ഭയ്യായും കൂടെ ഈ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് വെക്കുന്ന വീടുകളും അല്ലെങ്കിൽ പഴയ വീടുകളൊക്കെ പൊളിച്ച് അവർ ടിൻ ഷീറ്റ് അല്ലെങ്കിൽ തടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് വീടുകൾ നിർമ്മിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊന്നും നമുക്കിങ്ങനെ അധികം കാണാനായിട്ടേ കഴിയില്ല. അപ്പോൾ ഈ ഒരു വീടിൻ്റെ നിർമ്മാണ രീതിയൊക്കെ നിങ്ങൾ കണ്ടോ? വളരെ നീളത്തിലെ ഒരു പ്ലാറ്റ്ഫോം കാണാം. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു. തറനിരപ്പിൽ നിന്ന് അല്പം ഉയർത്തിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ അടിഭാഗത്ത് അവർ കോഴീനെയും അതോടൊപ്പം തന്നെ ആടുകളെയൊക്കെ വളർത്തും. ഇവിടെ ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഒരു ഭാഗത്ത് അവർ തടിയൊക്കെ ഒരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുണ്ട്, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും വീടിങ്ങനെ ഉയർത്തിയിട്ടാണ് വീടുകൾ ഇവർ പണിയുക. നമ്മളിപ്പം കോൺക്രീറ്റ് ചെയ്ത വീടുകളാണെങ്കിലും തടി കൊണ്ട് നിർമ്മിച്ച വീടുകളാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെ അല്പം തറനിരപ്പിൽ നിന്ന് ഉയർത്തിയിട്ടാണ് വീടുകൾ പണിയുന്നത്. അതൊക്കെ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ കണ്ടും കഴിഞ്ഞു. പിന്നെ മാത്രമല്ല ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ പുല്ല് മേഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇത് പുല്ലല്ല കേട്ടോ, ഇതൊരു ലീഫാണ്. എന്തിൻ്റെ ലീഫാണെന്ന് എനിക്കറിയില്ല. അത് കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നദിയുടെ കരയിൽ നിന്നൊക്കെ കിട്ടുന്നതാണെന്നാണ് ഈ ഭയ്യ നമ്മോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ലീഫല്ല ഇത്. വളരെ നീളമുള്ള ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു ലീഫാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് വൈക്കോല് കൊണ്ടൊക്കെയാണ് മുകളിൽ മേൽക്കൂര മേഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വന്നു, അതൊക്കെ അന്ധകാലം, അതൊക്കെ മാറിപ്പോയി. പിന്നെ അത് മാത്രമല്ല പുല്ലുകൊണ്ടും നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് മേഞ്ഞിട്ടുണ്ട് മേൽക്കൂര. ഇടുക്കി ഭാഗത്തൊക്കെ അല്ലെങ്കിൽ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ പുൽവീടുകളും നമുക്ക് കാണാൻ കഴിയും, പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകളും കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുതരം സ്റ്റിക്കാണ് അല്ലെങ്കിൽ ഒരുതരം ലീഫാണ് ഇവർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒക്കെ നാം ക്യാ ഭയ്യ? ചൗണിഖേർ. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൽ ചൗണിഖേർ എന്നാണ് ഇത് പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എപ്പോഴെങ്കിലും റേഞ്ച് വരുന്ന സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടല്ലോ മുളയുണ്ട്. മുള ഒരു ഭാഗത്ത് ചതച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഭിത്തിയായിട്ട് സൈഡ് കെട്ടിയിരിക്കുന്നത് മുള ഉപയോഗിച്ചിട്ടാണ്. പിന്നെ താഴെ അവർ വിരിച്ചിരിക്കുന്നത് മുള തന്നെയാണ്. അത് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചതച്ചിട്ടാണ് മുള ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ജോയിൻ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ കിട്ടുന്നുണ്ട്. പിന്നെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കാണുന്നത് ഒരു അടുപ്പാണ് കേട്ടോ. ഒരു ഭാഗത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അത് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് അവരുടെ സാധനങ്ങളൊക്കെ, അതായത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്.
പിന്നെ അതുകൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് പാത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ മണ്ണെണ്ണ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്, വിറക് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പൊക്കെ ഉള്ള സമയത്ത് അവർക്ക് പെട്ടെന്ന് തീ പിടിക്കണമെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഭാഗത്ത് മണ്ണെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഭരണികൾ, പ്ലാസ്റ്റിക് ഭരണികൾ നമുക്ക് കാണാം. പിന്നെ കുറേ കൊട്ടകൾ, അതായത് മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ധാരാളം കൊട്ടകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ ബാസ്ക്കറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മുള കൊണ്ട് തന്നെ നിർമ്മിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ബാസ്ക്കറ്റുകൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇതുണ്ടോ, ഇതൊരു മുറം പോലത്തെ ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ മുറം എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ പേറ്റാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ 3-4 ജോഡികൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന വലിയ ബാസ്ക്കറ്റാണ് കേട്ടോ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിറക്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഭാരമുള്ള സാധനങ്ങളൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ചുമന്നുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ട് നോർത്ത് ഈസ്റ്റ് യാത്രയിൽ കാണിച്ചിരുന്നു. ഇതിനൊരു ക്ലോത്ത് ഉണ്ടാവും, ഒരു തുണി ഉണ്ടാവും. ഈ തുണി ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് തൂക്കിയിട്ടോട്ട് പോകുന്നത്. നമുക്കൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. വിദ്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അവർ ഉപയോഗിച്ച് അവർക്ക് തഴക്കവും പഴക്കവുമായി. നമുക്കൊരിക്കലും പറ്റില്ല. കാരണം നല്ല വെയിറ്റുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും നെറ്റിയിലൊന്നും തൂക്കിക്കൊണ്ട് നമുക്ക് നടക്കാനായിട്ട് സാധിക്കില്ല. കുറേ ആൾക്കാർ ഈ ഗ്രാമത്തിലൂടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ നേപ്പാളോ ഭൂട്ടാനോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ എവിടെ പോയാലും നമുക്ക് ഇതുപോലത്തെ കൊട്ടകൾ കാണാൻ സാധിക്കും. അതിങ്ങനെ ഈ ഒരു ഭാഗത്ത് നെറ്റിയിൽ ഉപയോഗിച്ചവർ ചുമന്നുകൊണ്ട് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതായത് തടിയും മറ്റ് ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഈ അടുപ്പിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് പച്ച മുളയാണത്. ഇപ്പം അതിങ്ങനെ കുറേ കാലം കൊണ്ട് ഉണങ്ങി നല്ല സ്ട്രോങ് ആവും. അങ്ങനെ ഉണങ്ങാനായിട്ടാണ് ഈ ഒരു ഭാഗത്ത് അവർ അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഭാഗത്ത് അവർ കിടക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മുള കൊണ്ട് സൈഡൊക്കെ മെടഞ്ഞും താഴ്ഭാഗം മുള കൊണ്ട് ഇങ്ങനെ അടുക്കിയും മേൽക്കൂര ഈ പറയുന്ന ആ ഒരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള പുല്ലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തോ രീതിയിലുള്ള അത് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനും ഇവരെക്കുറിച്ച് അറിയാനും അതോടൊപ്പം തന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഇവരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. വളരെ സ്നേഹമുള്ള ഗ്രാമവാസികളാണ് കേട്ടോ. നമ്മളെവിടെ ചെന്നാലും നമ്മളെ നല്ല രീതിയിൽ തന്നെ വരവേൽക്കുന്നുണ്ട്. നമ്മളവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴേ തന്നെ അവരവിടെ ഇരുന്നു. നമ്മുടെ ഭാഷ അവർക്ക് അറിയില്ല എങ്കിൽ പോലും അവരത് ഇരുന്നിങ്ങനെ ശ്രവിക്കുന്നുണ്ട് കണ്ടോ. അത്രയും ക്ഷമയോടെ കാത്തിരുന്നെല്ലാം മനസ്സിലാക്കിയാണ്. ഭയ്യക്ക നാം ക്യാ ഹൈ ഭയ്യ? गोरी टोटो। दीदी का नाम സുമ ടോട്ടോ. പേര് പറയാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. എന്തായാലും അവരുടെ പേരിനോടൊപ്പം ടോട്ടോ എന്ന വാക്കും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു ഗോത്രത്തിൻ്റെ ആ ഒരു പേരും കൂടെ അവർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം നല്ല രീതിയിൽ മുറുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ധാരാളം അടയ്ക്കാമരങ്ങൾ നമ്മൾ കണ്ടല്ലോ. എല്ലാവരുടെ വായിലും മുറുക്കാനുണ്ടാവും. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും മുറുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഈ ടോട്ടു എന്ന ഗോത്ര സമുദായം താമസിക്കുന്നവരുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാ ഇവിടെ അമ്മച്ചി നമ്മുടെ കമുകിൻ്റെ പാള കീറി ഇതുപോലെ മാറ്റി ഒരു സൈഡിൽ കൂട്ടിയിടുന്നുണ്ട്. ഇതെന്തിനാണ് എന്ന് ചോദിച്ചപ്പം നമ്മുടെ ഭയ്യ പറഞ്ഞത് ഇത് ആടുമാടുകൾക്കുള്ള തീറ്റയായിട്ടാണ്, പശുവിൻ്റെ തീറ്റയാണെന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അമ്മച്ചി ഇങ്ങനെ കീറി ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിടുകയാണ്. അത് തന്നെ എന്തോ അമ്മച്ചി പറഞ്ഞോട്ടെ, എനിക്കൊന്നും മനസ്സിലായില്ല. അവരുടെ ഭാഷയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഉണ്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പിന്നെയും തുടരുകയാണ്. അപ്പോൾ അവരുടെ യാത്രയൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ. എനിക്ക് ഭാഷയൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഭയ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ മോശമല്ലേ. കാരണം ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സഹായം നമുക്ക് അവർക്ക് കൊടുക്കാം. നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു സഹായം അവർക്ക് ചെയ്യുന്നത് നല്ലതാണല്ലോ. നമുക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും അവർ ചിലവഴിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മുടെ ബാക്കി യാത്ര മുന്നോട്ട് തുടരാം. ദീദി ഓക്കെ, താങ്ക് യു. ടോട്ടോപ്പാറ ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവരെക്കുറിച്ച് അറിയാം. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വളരെ ഉള്ളിലായിട്ട് ഭൂട്ടാൻ്റെ അതിർത്തിയോട് അല്ലെങ്കിൽ ഭൂട്ടാൻ്റെ മലനിരകളുടെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു ഗോത്ര സമൂഹം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഭൂട്ടാൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല കുറേ ആൾക്കാരൊക്കെ നേപ്പാളി ഭാഷ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഗോത്ര ഭാഷയായിട്ടുള്ള ടോട്ടോയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഗോത്ര സമൂഹങ്ങളിൽ ഒന്നാണ് ഈ ടോട്ടോ ആദിവാസി ഗോത്ര സമൂഹം. ഇവർ പ്രധാനമായിട്ടും താമസിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലിപ്പൂർ ദുവാർ ജില്ലയിൽ ടോട്ടോപ്പാറ എന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഹിമാലയൻ മലനിരകളുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇവരുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമം കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്.
നമ്മൾ ഡ്രോണിലൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുറ്റും മലനിരകളും നദികളും ചെറിയ ചെറിയ പുഴകളൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് ടോട്ടുപാറ ഗോത്ര സമൂഹം താമസിക്കുന്ന ഈ ഒരു ഗ്രാമം. ഇനി ഇവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗ്ഗം. പിന്നെ കൃഷിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അരി, ചോളം, പിന്നെ റാഗി, അങ്ങനെ ചെറുധാന്യങ്ങളും ധാന്യങ്ങളുമായിട്ട് കുറേ കാര്യങ്ങൾ അവർ കൃഷി ചെയ്യുന്നുണ്ട്. മാത്രമല്ല പച്ചക്കറികളും ധാരാളം അവർ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി മാത്രമല്ല കന്നുകാലി വളർത്തൽ, ചെറിയ വ്യാപാരങ്ങൾ, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ചെറുധാന്യങ്ങളൊക്കെ അവർ പുറത്തു കൊണ്ട് വിൽക്കാനും അവിടെ വന്ന ആൾക്കാർ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷിയും കന്നുകാലി വളർത്തലും ചെറിയ വ്യാപാരമൊക്കെ തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇവരുടെ സംസ്കാര രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് തനതായിട്ടുള്ള നൃത്തരൂപങ്ങളുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്, ഗാനങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ഉത്സവങ്ങളുണ്ട്. അപ്പം അങ്ങനെ നീളുന്നതാണ് അവരുടെ ആ ഒരു സംസ്കാര സംബന്ധമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ. മാത്രമല്ല വസ്ത്രധാരണത്തിൽ പോലും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു സമീപകാലത്ത് കുറച്ച് വർഷങ്ങളായിട്ട് പഴയ രീതിയിലുള്ള അവരുടെ തനതായിട്ടുള്ള വസ്ത്രങ്ങളൊന്നും അവർ ഉപയോഗിച്ച് കാണുന്നില്ല. ഇപ്പോൾ പുറലോകമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ യുവാക്കളാണെങ്കിലും പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിലും പാൻറ്റും ടീഷർട്ടും ഷർട്ടൊക്കെ തന്നെയാണ് അവർ ധരിക്കുന്നത്. മാത്രമല്ല സ്ത്രീകളാണെങ്കിൽ പോലും നൈറ്റിയും സാരിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവരുടെ വിവാഹ രീതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുന്നത് ആ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെയാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരെ അവർ കല്യാണം കഴിക്കാറില്ല. ഇപ്പോൾ സമീപകാലത്തൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും അവർ നമ്മളോട് പറഞ്ഞത് അവരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ അവർ വിവാഹം കഴിക്കൂ എന്നുള്ളതാണ്. ഇനി ഇവരുടെ വിവാഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു വർഷം മുന്നേ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടിൽ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അവിടെ പോയി താമസിക്കും. അതാണ് ഇവരുടെ ഒരു ആചാരം. അങ്ങനെ താമസിച്ച് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകാതിരിക്കാം, അതറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല. എങ്കിലും ഒരു വർഷം മുന്നെയാണ് അവർ ഈ പറയുന്ന ചെറുക്കൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ശരിക്കും അവർ വിവാഹം കഴിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് അവരുടെ ഒരു വിവാഹ രീതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ. വിവാഹങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു മതത്തിലേക്ക് വന്നു ചേർന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഹിന്ദു ദൈവങ്ങളൊന്നുമില്ല അവർക്ക്, വനദേവതകളെ തന്നെയാണ് അവർ ആരാധിക്കുന്നത്, പ്രകൃതിനെയാണ് അവർ ആരാധിക്കുന്നത്. പ്രത്യേകിച്ച് വിഗ്രഹങ്ങളൊന്നും ഇല്ല അവർക്ക്. അപ്പോൾ കല്യാണ സമയത്ത് അവർ പ്രകൃതി ദേവൻ അല്ലെങ്കിൽ പ്രകൃതി ദേവതയോട് അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ വിവാഹങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെയാണ് കല്യാണ സമയത്ത് അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ തനതായിട്ടുള്ള വസ്ത്രങ്ങൾ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ആ സമയത്ത് ധരിക്കുകയും പാട്ടുകളും നൃത്തങ്ങളും, ഞാൻ പറഞ്ഞല്ലോ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള പാട്ടുകളും നൃത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ആടുകയും പാടുകയും ഒക്കെ ചെയ്ത് സന്തോഷത്തോടെയാണ് അവരുടെ കല്യാണം നടത്തുന്നത്. മാത്രമല്ല അന്നേ ദിവസം നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള പന്നിയും ചിക്കനും മറ്റ് മാംസങ്ങളൊക്കെ അവർ കഴിക്കും. ബീഫൊന്നും കഴിക്കില്ല, അവർ പന്നിയാണ് പ്രധാനമായിട്ടും കഴിക്കുന്നത്. പന്നി, ചിക്കനൊക്കെയാണ് അവരുടെ മീറ്റ് വിഭവങ്ങളായിട്ട് അവർ കഴിക്കുക. പിന്നെ പച്ചക്കറികളും ധാരാളം അവർ കഴിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല വിശേഷപ്പെട്ട ദിവസങ്ങൾ, കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ഒരു മദ്യം അവർ സേവിക്കുന്നുണ്ട്. ആ മദ്യത്തിൻ്റെ പേരാണ് ഹഡിയ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബംഗാളിലും അസമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീടുകളിലും അതുണ്ടാവും. ഈ ഹഡിയ എന്ന് പറയുന്ന മദ്യം അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കിക്കാവുന്ന ഒരു മദ്യമാണ്. അവരുടേതായിട്ടുള്ള ഒരു മദ്യം അവർ തന്നെ വീടുകളിൽ ഉണ്ടാക്കി അത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്യാണ സമയത്ത് കല്യാണ വീട്ടിൽ ഇത് ധാരാളം ഉണ്ടാക്കുകയും വരുന്ന ആൾക്കാർക്ക് സൽക്കാരമായിട്ട് അവർ വിരുന്ന് നൽകുകയും ചെയ്യുന്നത് ഈ ഹഡിയ എന്ന് പറയുന്ന മദ്യമാണ്. അതും അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ടോട്ടോപ്പാറയിൽ താമസിക്കുന്ന ഗോത്ര സമൂഹം വളരെ പഴക്കം ചെന്ന ഉൾക്കാടുകളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഗോത്ര സമൂഹമായിരുന്നു. പിന്നീട് വർഷങ്ങൾ മുന്നേ പൊതുസമൂഹവുമായിട്ട് ഇഴുകി ചേർന്നിട്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യധാരയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം ഇപ്പം നല്ല രീതിയിൽ ആർജിച്ച് വരുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ ഉന്നത വിദ്യാഭ്യാസം ആർജിച്ച് പല മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ജോലികൾ ഉൾപ്പെടെ പല മേഖലകളിൽ ജോലി ചെയ്തു വരുന്നതൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഗ്രാമത്തിലെമ്പാടും കുറേ സ്കൂളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷ് മീഡിയം ആയിട്ടും ബംഗാളി മീഡിയം ഒക്കെ ആയിട്ട് പ്രൈമറി സ്കൂളുകളും UP സ്കൂളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഡിഗ്രി കോളേജുകളൊന്നും അവിടെ ഇല്ല. അത് ഒന്നെങ്കിൽ കുറച്ച് ദൂരെ 20-30 കിലോമീറ്ററൊക്കെ മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വേണം അവർക്ക് കോളേജ് വിദ്യാഭ്യാസം നേടിയെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് കോളേജിൽ പോകാൻ വേണ്ടി മാത്രം പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി ഹോസ്റ്റലിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. ഇവരുടെ പ്രധാന ഉത്സവങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാന ആഘോഷങ്ങളെന്ന് പറയുന്നത് 2 തവണയായിട്ടാണ്. ഈ പറയുന്ന മാർച്ചിലും പിന്നെ സെപ്റ്റംബറിലാണ് വരുന്നത്. ഒന്ന് മായു ഫെസ്റ്റിവൽ, പിന്നെ ആങ്ചൂൽ ഫെസ്റ്റിവൽ. ഈ രണ്ടുമാണ് ഇവരുടെ പ്രധാന ഉത്സവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അന്നും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ തനതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരികയും അവരുടെ നൃത്തങ്ങളും പാട്ടുകളും വാദ്യോപകരണങ്ങളൊക്കെ അവർ വായിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആ ദിവസങ്ങൾ കടന്നു പോകുന്നതായിരിക്കും. ഇനി പ്രധാനമായിട്ടും കുറച്ച് വെല്ലുവിളികൾ ഇവർ നേരിടുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ വന്ന വഴി കണ്ടല്ലോ, അത് തന്നെയാണ് അവരുടെ പ്രധാന വെല്ലുവിളി. ആ വഴിയും പുഴയൊക്കെ കടന്നിട്ട് വേണം, കാടും ഒക്കെ കടന്നിട്ട് വേണം അവർക്ക് അവരുടെ ഗ്രാമത്തിലേക്ക് എത്താനായിട്ട്. ഒരു 4-5 റിവറുകളുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ അത്രയും വലിയ പുഴയും ചെറിയ പുഴയൊക്കെ കടന്ന് മഴക്കാലങ്ങളിലൊക്കെ അവരുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ചില സമയങ്ങളിലൊക്കെ ബൈക്കൊക്കെ ഒഴുക്കിൽപ്പെട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സുമോ സർവീസും അതോടൊപ്പം തന്നെ ബൊലോറയൊക്കെയാണ്
ഷെയർ ടാക്സി സർവീസുകൾ നടത്തുന്നത് അതുപോലും സ്റ്റക്കായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ നമ്മളോട് പറഞ്ഞത്. സ്റ്റക്കാകുക മീൻസ് ഒഴുകിയൊന്നും പോയില്ല, അവിടെ നദിയിലുള്ള ഏതോ പാറയിൽ പോയി തട്ടി നിന്നു. ബോണറ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയെന്ന് പറഞ്ഞ് ഭാഗ്യത്തിന് വണ്ടി കിട്ടി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നല്ല മഴയുള്ള സമയങ്ങളിലൊന്നും പരമാവധി അവർ വാഹനങ്ങളായിട്ട് പുറത്തു പോകാറില്ല. എന്തെങ്കിലുമൊക്കെ എമർജൻസി ഒക്കെ ആയിട്ടായിരിക്കും അവർ പുറത്തേക്ക് പോവുക. 1-2 തവണയൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടാണ് മഴക്കാല സമയങ്ങളിൽ അവർ യാത്ര ചെയ്യുക. പിന്നത്തെ ഇവർ പ്രധാനമായിട്ട് വെല്ലുവിളികൾ നേരിടുന്നത് ഈ പുറം സമൂഹവുമായിട്ടുള്ള ബന്ധപ്പെടൽ മൂലം ഇവരുടെ പാരമ്പര്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇല്ലാതാവുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അവരുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസം വന്നു, ഗൃഹനിർമ്മാണത്തിൽ വ്യത്യാസം വന്നു, ഭക്ഷണ രീതികളിൽ വ്യത്യാസം വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇനിയിപ്പോൾ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും സാധാരണ ജനങ്ങൾ എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നത് ആ ഒരു നിലയിലേക്ക് ഇവർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ തനതായിട്ടുള്ള വസ്ത്രധാരണങ്ങളും അതോടൊപ്പം തന്നെ പാട്ടുകളും നൃത്തങ്ങളും വാദ്യോപകരണങ്ങളും ഒന്നും നമുക്ക് ചിലപ്പം ഇനി കാണാനായിട്ട് സാധിക്കില്ല. കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അതൊന്നും ഇനി കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കാണെങ്കിലും മറ്റൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒടിവോ ചതവോ അല്ലെങ്കിൽ പാമ്പ് കടിക്കുകയോ മറ്റെന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും അടുത്തുള്ളത് സെലിഗുരിയാണ്. സെലിഗുരി പോയിട്ട് വേണം അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഇവിടെ ഗ്രാമത്തിൽ ചെറിയ ഡിസ്പെൻസറികളും പിന്നെ ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെയൊന്നും അത്ര ചികിത്സകൾ ലഭിക്കില്ല. ചെറിയ പനി, ജലദോഷം, തുമ്മൽ, വയറിളക്കം അങ്ങനെയുള്ളതൊക്കെ ചിലപ്പം ചികിത്സിച്ച് ഭേദമായേക്കാം. ഒടിവ്, ചതവ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും വൈദ്യസഹായം തേടണമെങ്കിൽ അവർക്ക് സെലിഗുരി തന്നെ പോകണം. സെലിഗുരി അത്യാവശ്യം ദൂരമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മഴക്കാലങ്ങളിലാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകളുടെ പ്രസവമൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അവർ ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ അധികം നെറ്റ്വർക്കൊന്നുമില്ല. 1-2 കമ്പനികളുടെ കണക്ഷന് മാത്രമാണ് നെറ്റ്വർക്ക് ഉള്ളത്. ഈ പറയുന്ന രീതിയിൽ അതെപ്പോഴും കിട്ടണമെന്ന് നിർബന്ധവുമില്ല. മഴക്കാലങ്ങളിലാണെങ്കിൽ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ട. അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ടോട്ടുപാറയിൽ താമസിക്കുന്ന ടോട്ടോ ഗോത്ര സമൂഹത്തിനെ കുറിച്ച് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ടോട്ടു ഗ്രാമത്തോട് വിട പറയുകയാണ്. ഒരുപാട് നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചു. ഒരുപാട് അറിവുകൾ, പ്രത്യേകിച്ച് ഗ്രാമത്തെ സംബന്ധിച്ചുള്ള കാഴ്ചകൾ, ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച്, ഈ ഒരു ട്രൈബിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വളരെ യുണീക്കായിട്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ഗോത്ര സമൂഹമാണ്. വേറെ എവിടെയും നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഏകദേശം 450ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 1700-1800ഓളം പോപ്പുലേഷനുണ്ട്. അപ്പോൾ അത്രയും ജനങ്ങൾ മാത്രമേ ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളൂ. മാത്രമല്ല സ്വന്തമായിട്ട് ലിപി കണ്ടുപിടിച്ചിരിക്കുകയാണ് സമീപകാലത്ത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണുകയും കേൾക്കുകയുണ്ടായി. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അറിവും നല്ലൊരു കാഴ്ചകളുമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക. ഓക്കെ, വേറെ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും യെസ്, ബൈ.